ഹലോ ഹായ് നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം ഡെസ്ക് ജോബ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് ജോലി നോക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ്. എന്താണ് ഡെസ്ക് ജോബ്സ്? അവരുടെ ജോലിയുടെ ഭൂരിഭാഗം സമയവും ഒരു ഡെസ്കിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റേഷന് മുന്നിൽ നിന്ന് ജോലി ചെയ്യുന്നവരെയാണ് ഡെസ്ക് ജോബ് പ്രൊഫഷൻസ് എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ IT പ്രൊഫഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഒട്ടുമിക്ക ജോലികളും ഡെസ്ക് ജോബിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഇൻ്റർനെറ്റ് എല്ലാവർക്കും സാധാരണമായി കിട്ടി തുടങ്ങി. രണ്ടാമത്, കൊറോണ കൂടി വന്നതോടുകൂടി ഒട്ടുമിക്ക പ്രൊഫഷൻസും, അത് വർക്ക് ഫ്രം ഹോം ആയാലും വർക്കിംഗ് ഓഫീസ് ആയാലും എല്ലാവരും ഡെസ്കിന് മുന്നിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. ഇനി എന്താണ് ഡെസ്ക് ജോബ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് നേരം ഡെസ്കിന് മുന്നിൽ ജോലി കൊണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? ഇത് ഞാൻ 10 വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം കണ്ണിലേക്ക്. ആദ്യത്തേത് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊക്കെ പറയും. ഇനി എന്താണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ? നമ്മൾ ഒരുപാട് നേരം കമ്പ്യൂട്ടറിൽ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അത് ലാപ്ടോപ്പ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണിൽ വേദന ഉണ്ടാകുന്നു, ചിലർക്ക് കണ്ണിൽ വിഷൻ ബ്ലേർഡ് ആവുന്നു, ചിലർക്ക് നല്ല തലവേദന ഉണ്ടാകുന്നു, കണ്ണ് ചുമക്കുന്നു. അങ്ങനെ ഇതെല്ലാം ചേർന്നാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ തുറച്ച് കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യാറില്ല അല്ലെങ്കിൽ കണ്ണ് അടയ്ക്കാറില്ല. കണ്ണ് അടയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കണ്ണിലെ കണ്ണുനീര് നമ്മുടെ കണ്ണിന് ചുറ്റും ഇങ്ങനെ സ്പ്രെഡ് ആവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണമണി ഉണങ്ങാതെ കാത്തുസൂക്ഷിക്കുന്നത് ഈ കണ്ണുനീരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തുറച്ച് നോക്കുമ്പോൾ കണ്ണ് വെട്ടാതിരിക്കുമ്പോൾ കണ്ണ് മൊത്തത്തിൽ ഡ്രൈ ആവുന്നു. അപ്പോൾ എന്താണ് ഈ ഡിജിറ്റൽ ഐ സ്ട്രെയിനിൻ്റെ പ്രധാന പ്രതിവിധി എന്ന് പറയുന്നത്? കണ്ണ് ഇടയ്ക്കിടയ്ക്ക് അടച്ചു തുറക്കുക, കണ്ണ് ബ്ലിങ്ക് ചെയ്യുക. നമ്മളത് അറിയുന്നില്ല. നമ്മൾ ആ ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കാറില്ല. അപ്പോൾ പർപ്പസ്ഫുള്ളി നമ്മൾ തീർച്ചയായിട്ടും കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അടച്ചു തുറക്കാൻ ശ്രമിക്കുക. ഒരു 20 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ കണ്ണടകൾ വെക്കുക. പക്ഷേ ഒരു കാരണവശാലും കോൺടാക്ട് ലെൻസുകൾ വെക്കാൻ പാടില്ല. കോൺടാക്ട് ലെൻസുകൾ കണ്ണിലെ ഡ്രൈനെസ് കൂട്ടത്തിലുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈനെസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ടിയർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതായത് കണ്ണുനീരിന് പകരമുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഈ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. പലരും അതിനെപ്പറ്റി അറിയാറില്ല. അതായത് കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും ഒക്കെ കറക്റ്റായിട്ട് കുറച്ച് വെച്ചുകൊണ്ട് നമ്മുടെ കണ്ണിന് സൂത്തനിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ജോലി ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു പ്രധാന വിഷയം ബ്ലൂ ലൈറ്റ് റേസ് ആണ്. പക്ഷേ ഈ ബ്ലൂ ലൈറ്റ് റേസ് നമ്മുടെ അന്തരീക്ഷത്തെ അപേക്ഷിച്ച് മൊബൈലിലും ലാപ്ടോപ്പിലൊക്കെ വളരെ കുറവാണ് വരുന്നത്. എന്നിരുന്നാലും രാത്രി കാലങ്ങൾ പലർക്കും ഉറക്കം വരാത്ത കാരണം ഈ ബ്ലൂ ലൈറ്റ് റേസ് ആണ്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ ആകുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ഇമേജ് ഇത് പകലാണെന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഗ്ലാസസോ അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈസുകൾ തന്നെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഓൺ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരു യെല്ലോ കളറാണ് വരുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ ബ്ലൂ ലൈറ്റിൽ നിന്ന് മാറി ഒരു മൈൽഡ് യെല്ലോ കളർ വരുമ്പം പലർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണാടിയിൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്ററൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ കണ്ണട ഉപയോഗിക്കാത്ത ആളാണ്, നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉപയോഗിക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു ഡിസ്കംഫർട്ടായിരിക്കും നിങ്ങൾക്ക് കണ്ണാടി ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ചെയ്യാവുന്നൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ, ഈ രാത്രി കാലങ്ങളിൽ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ നിങ്ങളുടെ ഗാഡ്ജറ്റ്സും എല്ലാം ഓഫ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് ബ്ലൂ ലൈറ്റ് റേസിൻ്റെ ആ ഒരു ഇത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈ രണ്ടാമത്തെ വിഷയം, നമ്മുടെ ഡെസ്ക് ജോബ് പ്രോബ്ലംസിൻ്റെ രണ്ടാമത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നെക്ക് പെയിനാണ്. നെക്ക് പെയിൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്ററാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ഇരിക്കാറില്ല. നമ്മൾ ഒരു നല്ല ബാക്ക് സപ്പോർട്ടുള്ള ചെയർ ഇരിക്കുക, അതിനുശേഷം നമ്മുടെ ലാപ്ടോപ്പിൻ്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെ ഏറ്റവും മുകൾ ഭാഗം നമ്മുടെ ഐ ലെവലിന് കറക്റ്റായിരിക്കുക, അല്ലെങ്കിൽ അല്പം താഴ്ന്നിരിക്കുക. അപ്പോൾ നിങ്ങളുടെ വ്യൂ കറക്റ്റായിട്ട് ആ ലാപ്ടോപ്പിൻ്റെ സെൻറ്ററിലേക്ക് ചെന്ന് പതിക്കുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നെക്ക് പെയിൻ ഒഴിവാക്കാൻ പറ്റും. കൂടുതൽ പേരും ഇങ്ങനെ പൊക്കി തല വെച്ച് നോക്കും, അല്ലെങ്കിൽ താത്ത് ഇങ്ങനെ നോക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നെക്ക് പെയിൻ ഉള്ളവർ നമ്മൾ ചെറിയ ചൂട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കോൾഡ് പാക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഷോൾഡർ ഒന്ന് റോൾ ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ സ്ട്രെച്ചസ് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി മൂന്നാമത്തെ വിഷയം സയാറ്റിക് പെയിൻ. അതായത് നമ്മുടെ ഈ ബാക്ക് വശത്ത് നിന്ന് കാലിലോട്ടൊരു പെയിൻ ഉണ്ടാകും. ഒരു സയാറ്റിക് നെർവുണ്ട്, അതിലാണ് കൂടുതലും പെയിൻ ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പോസ്റ്ററാണ്. പല ആൾക്കാരും ബാക്ക് സപ്പോർട്ടുള്ള ചെയർ ആണെങ്കിൽ കൂടെ അതിൻ്റെ അറ്റത്ത് വന്നിരിക്കാം. അപ്പം നമ്മുടെ ബാക്കിലേക്ക് കൂടുതൽ സമ്മർദ്ദം ആകുകയും ബാക്ക് പെയിൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം, ഒരു ലംബാർ സപ്പോർട്ടുള്ള ചെയറിലിരിക്കുക.
ഇരിക്കുമ്പോൾ നല്ലോണം ചേർന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ബാക്ക് സപ്പോർട്ടോടുകൂടി ഇരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ മുട്ടും കാലും ഒരേ ലെവലിൽ ഇരിക്കുക. അതായത് നമ്മൾ കാലൊരുപാട് പൊക്കിയും വെക്കാൻ പാടില്ല, കാലൊരുപാട് താത്തു വിടാൻ പാടില്ല. നാലാമത്തെ വിഷയം, അതായത് നമ്മുടെ ഡെസ്ക് പ്രോബ്ലംസ് നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് റിസ്റ്റ് പെയിനാണ്. ഇത് കൂടുതലും ഉണ്ടാകുന്നത് ഒരുപാട് നേരം ടൈപ്പിംഗ് ജോലിയുള്ളവർക്കാണ്. ഇതിന് കാർപ്പൽ ടണൽ സിൻഡ്രോം അല്ലെങ്കിൽ മൗസ് സിൻഡ്രോം എന്നൊക്കെ പറയും. ഇതിന് ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഒരു ആംറസ്റ്റ് ഉണ്ടായിരിക്കുക, കൂടാതെ മൗസ് ഒരു കുഷന് വെച്ച് നമുക്ക് കൈക്ക് സപ്പോർട്ട് കൊടുക്കുക, അതേപോലെ കീബോർഡ് ഒരു കുഷൻ വെച്ചിട്ട് കൈക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി അഞ്ചാമത്തെ വിഷയം, ഇൻഫെക്ഷൻ ഡ്യൂ ടു കമ്പ്യൂട്ടർ. നമ്മുടെ ഈ ലാപ്ടോപ്പുകൾ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പുകൾ, ഈവൻ നമ്മുടെ ഡെസ്കുകൾ പോലും, നമ്മുടെ കീബോർഡുകൾ, നമ്മുടെ മൗസുകൾ എല്ലാം പലപ്പോഴും ഇൻഫെക്ഷ്യസ് ആയിരിക്കും. നമ്മൾ പലപ്പോഴും ക്ലീൻ ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഡെസ്ക്ടോപ്പുകൾ പലപ്പോഴും നമ്മൾ പബ്ലിക് ടോയ്ലറ്റിനെക്കാട്ടിൽ ജേംസ് കൂടുതലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ നോർമൽ സലൈൻ വാട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ 50% ഒരു നോർമൽ സലൈനും 50% നമ്മുടെ വിനാഗിരി, വൈറ്റ് വിനാഗിരി ഉപയോഗിക്കണം. വൈറ്റ് വിനാഗിരി ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മാർക്കറ്റിൽ ക്ലീനിങ് വൈപ്സും കിട്ടും, അത് വാങ്ങിച്ചും ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇനി ആറാമത്തെ വിഷയം, ഡെസ്ക്ടോപ്പിലെ ആറാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ. നമ്മൾ ഈ ഡെസ്ക്ടോപ്പ് വർക്ക് ചെയ്യുന്നവർ പലപ്പോഴും വെള്ളം കുടിക്കാനങ്ങ് മറന്നു പോകും. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ആ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ കണ്ണ് ബ്ലിങ്ക് എന്ന് തന്നെ പറയുന്ന പോലെ തന്നെ വെള്ളം കുടിക്കാനും മറന്നു പോകും. ഇനി വെള്ളം കുടിക്കാതിരുന്നാൽ പലരും ഫെയിൻ്റായി വീഴാറുണ്ട്, പലർക്കും ഹേർട്ട് ബീറ്റൊക്കെ കൂടി പല പ്രശ്നങ്ങളൊക്കെ പോകാറുണ്ട്. ഇത് ചെയ്യേണ്ടത് ടേബിളിൽ ഒരു ബോട്ടിൽ വാട്ടർ എപ്പോഴും വെക്കുക. ഒരു ആഹാരം ടേബിൾ വെക്കാതിരിക്കുക, വെള്ളം മാത്രം നിങ്ങൾ ടേബിളിൽ വെക്കുക. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അലാറം വെച്ചിട്ട് നമുക്ക് വെള്ളം കുടിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. ഇനി ഏഴാമത്തെ വിഷയം ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഞാൻ പറഞ്ഞു ടേബിളിൻ്റെ മുന്നിൽ വെള്ളം വെക്കുക, പക്ഷേ ഫുഡ് ഒരിക്കലും വെക്കാതിരിക്കുക. അതായത് നമ്മളതിൻ്റെ മുന്നിൽ നിന്ന് സ്നാക്സ് കഴിക്കുകയോ ഒരു ഫുഡ് കഴിക്കുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ ക്യാൻറ്റീനിലോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് ഫുഡ് കഴിക്കേണ്ടതാണ്. ഒരു സ്നാക്സും ഈ ടേബിളിൻ്റെ മുന്നിൽ വെക്കാതിരിക്കുക. മറ്റൊരു വിഷയം, ഈ ലഞ്ച് സമയത്ത് പരമാവധി ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. ഈ നമ്മൾ ഡെസ്കിന് മുന്നിൽ നിന്ന് സ്നാക്സ് ചെയ്യുമ്പോൾ പലർക്കും പൊണ്ണത്തടിയും മറ്റു പല വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഈ ഫാസ്റ്റ് ഫുഡിൽ ഒരുപാട് ഓക്സിഡേറ്റീവ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് പല പല വിഷയങ്ങളിലേക്കും കാരണമാകാറുണ്ട്. നമ്മൾ ശരീരം അനങ്ങുന്നില്ലല്ലോ, നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് നേരെ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് പരമാവധി ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കാവുന്നതാണ്. ഇനി എട്ടാമത്തെ വിഷയം, അതായത് ഈ ഡെസ്ക് പ്രോബ്ലംസിലെ എട്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് വർക്കിംഗ് അറ്റ് ഓവർ ടൈം. പലരും ഈ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ജോലി സമയം കഴിഞ്ഞിട്ടിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രെസ് ആവുന്നു, ഒരുപാട് ടെൻഷൻ ആവുന്നു, നിങ്ങൾക്ക് പല പല അസുഖങ്ങളെയൊക്കെ കിടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങളുടെ നോർമൽ ടൈമിൽ ജോലി തീർക്കുക, അതിനുശേഷം അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഒമ്പതാമത്തെ വിഷയം, അതായത് നമ്മുടെ ഡെസ്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഒമ്പതാമത്തെ വിഷയം എന്ന് പറയുന്നത് സ്ട്രെസ്സ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പലർക്കും ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് കൂടുതലും ഒരുപാട് നേരം ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കാണ്. നിങ്ങളുടെ വീടുകളിലായാലും ഓഫീസുകളായാലും ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യുമ്പം പുറം കൂടി അതൊരു ബന്ധവുമില്ല. ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ലാത്തത് കാരണം നിങ്ങൾക്ക് പല ഡിപ്രഷൻ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിന് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ റിലേറ്റീവ്സിനെയോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനെ തന്നെ വിളിച്ചിട്ട് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ നടത്തുന്നത് നമുക്കൊരു കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തരുന്നതാണ്. അവസാനത്തെയും 10ാമത്തെയുമായ വിഷയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇനി ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നില്ല. ഒരു എക്സസൈസ് ചെയ്യാനോ നടക്കാനോ ഒന്നും അവർക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സമയം കണ്ടെത്തുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പല പല ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളായ ഡയബറ്റീസും പ്രഷറും കൊളസ്ട്രോളും എന്ന് വേണ്ട ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഇത് പാത്രമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സസൈസിന് വേണ്ടി സമയം കണ്ടെത്തുക, നടക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക, കൂടുതലും എയറോബിക് എക്സസൈസ് പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ ഡാൻസിങ് ആയാലും സൈക്ലിംഗ് ആയാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇന്ന് പല IT കമ്പനികളിലും ഈ ഡെസ്ക് സിറ്റിംഗ് പൊസിഷനും സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഈ സിറ്റിംഗ്, അതായത് ഇരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നിന്നുകൊണ്ടാണ് പലരും വർക്ക് ചെയ്യുന്നത്. ഈ ഡെസ്ക് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ്, വേണം കുറച്ചേരം ഇരിക്കാം അല്ലെങ്കിൽ കുറച്ചേരം നിൽക്കാം. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റബിൾ ഡെസ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. ഇനി ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം സംഗ്രഹിക്കുകയാണ്. പ്രധാന 10 പോയിന്റ്സ് ഇവയാണ്. 1, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ബ്ലിങ്ക് ചെയ്യുക, കണ്ണ് ഇമ വെട്ടാൻ ശ്രമിക്കുക.
രണ്ടാമത് പ്രോപ്പർ പൊസിഷനിൽ ഇരിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം കീബോർഡ് കുഷൻ ഉപയോഗിക്കുക, അതേപോലെ തന്നെ മൗസിനും കുഷൻ ഉപയോഗിക്കുക. കൈ കറക്റ്റായിട്ട് ആ കുഷനിൽ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യം 20 അല്ലെങ്കിൽ 30 മിനിറ്റ് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക. ആ റൂമിൽ തന്നെ നിന്നിട്ട് നടക്കുക, ചെറിയ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അഞ്ചാമത്തെ കാര്യം നിങ്ങൾ ഡെസ്ക്ടോപ്പ് പരിസരവും ഡെസ്കും കീബോർഡും എല്ലാം ക്ലീൻ ആക്കി വെക്കുക. ആറാമത്തെ കാര്യം ഒരു വാട്ടർ ബോട്ടിൽ തീർച്ചയായിട്ടും ടേബിളിൽ മേലെ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അലാറം വെച്ചെങ്കിലും അത് കുടിക്കാൻ ശ്രമിക്കുക. ഏഴാമത്തെ കാര്യം ഫാസ്റ്റ് ഫുഡ് പരമാവധി നിങ്ങളുടെ ലഞ്ച് ടൈമിൽ അവോയ്ഡ് ചെയ്യുക. എട്ടാമത്തെ കാര്യം ഓഡ് ടൈമിൽ വർക്ക് അവോയ്ഡ് ചെയ്യുക, അതായത് നിങ്ങളെന്നും ഒരേ സമയത്ത് വർക്ക് ആരംഭിച്ച് ഒരേ സമയത്ത് നിർത്താൻ ശ്രമിക്കുക. ഒമ്പതാമത്തെ കാര്യം സോഷ്യൽ ഇൻട്രാക്ഷൻ, അതായത് ജോലിക്കിടയിൽ മറ്റുള്ളവരെ സംസാരിക്കാൻ ശ്രമിക്കുക. ഫോണിലായാലും നേരിട്ടായാലും നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷൻ നടത്താൻ ശ്രമിക്കുക. പത്താമത്തെ കാര്യം എക്സസൈസ് അല്ലെങ്കിൽ യോഗ പോലുള്ളത് ശീലമാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.